तू अरब हो या अजम हो तेरा ला इलाहा इल्लल्लाह लुगते गरीब जब तक तेरा दिल न दे गवाही. മാന്യ പ്രേക്ഷകർക്ക് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ സീസൺ 2 ഇന്നത്തെ പരിപാടിയിലേക്ക് അഹ്ലൻ വസഹ്ലൻ. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. പ്രഗത്ഭരായ കണ്ടസ്റ്റന്റുകളുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അത് സംബന്ധമായ ചർച്ചകൾ, നമുക്ക് പഠിക്കാനുള്ള ഒരുപിടി വിഷയങ്ങൾ എല്ലാം ഒരുക്കുന്ന ദർശന ടി വിയുടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ജഡ്ജസിനെ പരിചയപ്പെടണം. ഒന്ന്, ബഹുമാന്യരായ ഉസ്താദ് ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി. മറ്റൊന്ന് നമ്മുടെ ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി കോട്ടക്കൽ. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് ഏറെ സുപരിചിതനായ എഴുത്തുകാരനും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കുട്ടികളുടെ മാസിക കുരുന്ന് മാസികയുടെ എഡിറ്ററുമായ ബഹുമാന്യരായ PK മാനു സാഹിബ് അവറുകളാണ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് കളമശ്ശേരിയിൽ നിന്നും എത്തിയിട്ടുള്ള സിദ്ദീഖുൽ അക്ബറിനെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിദ്ദീഖുൽ അക്ബർ അല്ലേ? എറണാകുളം കളമശ്ശേരി എന്നാണ്. മാഷാ അല്ലാഹ്. ഹാഫിളാണല്ലേ സിദ്ദീഖ്? എത്ര വർഷം എടുത്തു ഹിഫ്ള് ചെയ്യാൻ? 3 വർഷം. മാഷാ അല്ലാഹ്. 3 വർഷം കൊണ്ട് ഹിഫ്ള് ചെയ്തു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അൽഹംദുലില്ലാഹ്. ഏത് ഭാഗമാണെന്ന് നമുക്ക് വേണ്ടി ഓതാൻ? സൂറത്തുർ റഹ്മാൻ അല്ലേ? അറൂസുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഏറ്റവും മനോഹരമായ സൂറകളിൽ അല്ലേ? ശ്രേഷ്ഠമായ സൂറയാണ്. എന്നാൽ നമുക്ക് വേണ്ടി കുറച്ച് ഓതിത്തരി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام
والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان صدق الله العظيم. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ? ശുദ്ധ ഖുർആൻ എത്ര കേട്ടാലും അതിൻ്റെ നമുക്ക് മതി വരില്ല അല്ലേ? അൽഹംദുലില്ലാഹ്. വിശുദ്ധമായ റമളാനിൻ്റെ രാപ്പകലുകളാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ സൃഷ്ടികൾക്കുമേൽ വർഷിക്കുന്ന ഒരു വളരെ മനോഹരമായ ദിനരാത്രങ്ങളാണ് അല്ലേ? അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിക്കണം അല്ലേ? അള്ളാഹു നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ചോദിച്ചോളൂ അല്ലേ? അള്ളാഹു ആരെങ്കിലും ചോദിക്കാനുണ്ടോ, ഞാൻ അവർക്ക് വശീഹും ബിറഹ്മതി, എൻ്റെ കാരുണ്യം ഞാൻ അവർക്ക് പൊതിഞ്ഞു കൊടുക്കും എന്നൊക്കെ ഈ പരിശുദ്ധ റമളാനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു തആല അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വൽ അർള വദഅഹ വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ അല്ലാ തതഗൗ ഫിൽ മീസാൻ അല്ലേ? അള്ളാഹു എല്ലാറ്റിനും ഒരു ബാലൻസ് വെച്ചിട്ടുണ്ടെന്നാണ് അല്ലേ? നീതിയുടെ തുലാസിനെ സംബന്ധിച്ച് പറഞ്ഞു അല്ലേ? വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, ഏതിലും നീതി പാലിക്കണം, വഞ്ചിക്കാൻ പാടില്ല അല്ലേ? ഇവിടെ പറഞ്ഞ ബിൽ മീസാൻ, തീർച്ചയായും അളവ് തൂക്കങ്ങളിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചിന്തിപ്പിക്കേണ്ട ഒരു ആയത്താണ്. അല്ലാ തുഖ്സിറു ഫിൽ മീസാൻ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യരുത്? വലാ തുഖ്സിറു ഫിൽ മീസാൻ, നിങ്ങൾ മീസാനിൽ അളവ് തൂക്കത്തിൽ നിങ്ങൾ വഞ്ചന നടത്താൻ പാടില്ല. ജനങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ജെന്യൂൻ സാധനമായിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഫ്രോഡ് അല്ലാതിരിക്കുക അല്ലേ? പിന്നെ നമ്മൾ ഇത്ര എന്നതിൻ്റെ ക്വാണ്ടിറ്റി പറയുമ്പോൾ അതത്ര ഉണ്ടായിരിക്കണം അല്ലേ? നമ്മൾ 1 കിലോ എന്ന് പറഞ്ഞാൽ അത് 950 ഗ്രാം ആയിക്കൂടാ, അത് 1 കിലോ തന്നെയാണ് അല്ലേ? കൂടുക എന്നല്ലാതെ ഒരു കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. വൈലുലിൽ മുത്തഫിഫീൻ അല്ലേ? ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ കച്ചവടക്കാരെന്ത് ചെയ്യും? പൂർത്തിയായി അതിലൊരു നിലക്കും അവരോട് ഒരു കാരുണ്യവും കാണിക്കാതെ, എന്നാൽ ജനങ്ങൾക്ക് കൊടുക്കുന്നതോ അളവിലും തൂക്കത്തിലും ക്വാളിറ്റിയിലും കുറവ് വരുത്തി ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. അത്തരക്കാർക്കൊക്കെ വൈലുൻ, നാശമാണ്, ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പോൾ നീതിയുടെ ഈ വിഷയം, നീതി എന്ന് പറയുമ്പോൾ കോടതിയിൽ മാത്രമാണോ? അല്ല, നമ്മുടെ വീട്ടിൽ പോലും നീതി പാലിക്കണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ഒരു അറാബി അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നു. ആ കുട്ടിയെ ആ അറാബി നേരെ മടിയിൽ കൊണ്ടുവന്നിരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ അരികത്തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മാ അദൽത ബൈനഹുമ, നിങ്ങളിവിടെ നീതി ചെയ്തില്ല. യാ അല്ലാഹ്, എന്തേ നീതി ചെയ്യാതിരുന്നത്? നിങ്ങൾ ആൺകുട്ടിയെ മടിയിലിരുത്തി പെൺകുട്ടിയെ സൈഡിലിരുത്തി. ഇരുത്തുകയാണെങ്കിൽ 2 പേരെയും മടിയിലിരുത്തുക, അല്ലെങ്കിൽ 2 പേരെയും സൈഡിലിരുത്തുക. ഒരു ആൺകുട്ടിയോടൊരു പ്രത്യേകതയും പെൺകുട്ടിയോടൊരു പ്രത്യേക കുറവും ഇത് പാടില്ല അല്ലേ? വീട്ടിലേക്ക് കടക്കുമ്പോൾ പിതാവ് ഉമ്മ വെക്കുകയാണെങ്കിൽ 2 കുഞ്ഞുങ്ങളെയും ഉമ്മ വെക്കണം എന്നാണ്. ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ചു, മറ്റേ കുഞ്ഞിനെ ഉമ്മ വെച്ചില്ല, അതുപോലും അനീതിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അപ്പോൾ ആ ഒരു നീതിയുടെ തുലാസ് നാട്ടുക അല്ലേ? നമ്മൾ നീതി ചെയ്യുന്ന വിഷയത്തിൽ ഒട്ടും അലംഭാവം ഉണ്ടാവരുത്, അതീവ സൂക്ഷ്മത പാലിക്കുക എന്നൊക്കെ തുടങ്ങി അള്ളാഹുവിൻ്റെ ഒരുപിടി അത്ഭുതങ്ങളൊക്കെ പറഞ്ഞ് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പരിശുദ്ധ സൂറത്തുർ റഹ്മാൻ. മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മൾ ഓതിയതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.
نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. ഈ സൂറത്തിൽ നമ്മുടെ കണ്ടസ്റ്റൻ്റ് സിദ്ദീഖുൽ അക്ബർ ഓതിയ ഭാഗത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ, തിലാവത്തിൻ്റെ അഹ്കാമു തിലാവ നമ്മുടെ മഹാന്മാരായ ജഡ്ജി ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി കോട്ടക്കൽ ഉസ്താദ് അവിടെ ഉണ്ട്, നമുക്കിന്ന് ചീഫ് ഗസ്റ്റായിട്ട് ബഹുമാനപ്പെട്ട PK മുഹമ്മദ് മാനു സാഹിബ് ഉണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദ് ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദിലേക്ക്. നമ്മുടെ സ്നേഹിതൻ സിദ്ദീഖുൽ അക്ബർ എന്ന വിദ്യാർത്ഥി ഊതിയ ഖിറാഅത്ത് വളരെ നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി പരിശ്രമിച്ചുകൊണ്ട് അക്ഷരങ്ങളെ വൈകല്യത മാറ്റി കൂടുതൽ ഇസ്തിഫാൽ, ഇസ്തേല, ഇത്ബാഖ് എന്നുള്ള സ്ഥാനങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഓതിയാൽ അടുത്ത റൗണ്ടിൽ ഇൻഷാ അല്ലാഹ് ഒന്നാം സ്ഥാനത്തേക്ക് എന്നെത്താൻ സാധ്യതയുണ്ട്. തൗഫീഖ് മാറാകട്ടെ. അതുപോലെ ഷീൻ്റെ ഒരു 4 പുള്ളി വന്ന സംശയമുണ്ട്. 3 പുള്ളിയാണ് ഷീനോട്, 4 വന്നോണ്ട് സംശയമുണ്ട്. അതുകൊണ്ട് പുള്ളി 3 പാടുള്ളൂ. കൂടുതൽ തഫ്ഹീമാക്കാൻ പാടില്ല. മലയാളത്തിലെ കഷ എന്നുള്ള കഷായമുണ്ട്. അപ്പോൾ ശനി, ശിശു എന്നൊക്കെ പറയുന്ന ഷീനാണ് നമ്മുടെ ഈ അറബിയിലെ ഷീൻ. അല്ലാതെ കഷായം, വിഷം എന്നുള്ള ആ ശബ്ദം കുറച്ച് കനം കൂട്ടിയുള്ള, അഥവാ 4 പുള്ളി നമ്മൾ അറബി മലയാളത്തിൽ കൊടുക്കുക. ആ 4 പുള്ളി കൊടുത്തുള്ള ഷീനായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് ചില അയ്ബത്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത റൗണ്ടിൽ നമ്മൾ വിജയത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. മാർക്ക് ഞാൻ 50-ൽ 29 കാണുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ് അവർ. അൽഹംദുലില്ലാ, നല്ല ഖിറാഅത്തായിരുന്നു. നല്ല ശ്വാസം പിടിച്ചിട്ടുള്ള ഓത്തായിരുന്നു. ഈ ശ്വാസം പിടിക്കുന്ന സമയത്ത് അത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ചില അക്ഷരങ്ങൾക്ക് ചെറിയൊരു അപാകത വരുന്നുണ്ട്. അതുപോലെ മദ് ചെയ്യുന്ന സമയത്ത് ഫബി ഐ ആല ഇ എന്ന് പറയുമ്പോൾ ആല എന്നുള്ള മദ് അസ്ലിയായ മദ്ദാണ്. ലാ ഇ എന്നാണ് പിന്നെ മുത്തസിലായ മദ്. അപ്പോൾ ഈ അസ്ലിയായ മദ് ഒരല്പം ഒരു അലിഫിനേക്കാളും കൂടുന്നുണ്ട് ചില സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഐ എന്ന യാഇന് ഒരു ചെറിയൊരു ഉന്നത്ത് അതിൻ്റെ കൂടെ വന്ന് അതായി കാണുന്നുണ്ട്. അതും തിരുത്താൻ ശ്രമിക്കുക. അതുപോലെ കൽ അലാമി എന്ന് പറയുമ്പോൾ അഴ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കൽക്കലത്തിലേക്ക് വന്ന് ചാടുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. തവസ്സുത്താണല്ലോ അതിൻ്റെ സിഫത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. മാർക്ക് കാണുന്നത് 50-ൽ 28 മാർക്കാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ ഉസ്താദന്മാർ അല്ലേ, അക്ഷരങ്ങൾ അറബ് ഭാഷ തന്നെ അത്ഭുതമുള്ള ഭാഷയാണല്ലോ അല്ലേ. അക്ഷരങ്ങളുടെ മഖ്റജ് എവിടെ നിന്ന് പുറപ്പെടുന്നു. നമുക്കൊക്കെ മഖാരിജുൽ ഹുറൂഫ് അല്ലേ, അക്ഷരങ്ങൾ വരുന്ന സ്ഥാനങ്ങൾ പ്രത്യേകം പഠിക്കാനുണ്ടല്ലോ. മാഷാ അല്ലാഹ്. ഉസ്താദന്മാരുടെ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഖിറാഅത്ത് ഒന്നുകൂടെ വളരെ മനോഹരാകും. പിന്നെ ബഹുമാനപ്പെട്ട മാനു സാഹിബ് എന്താണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ ഖിറാഅത്തിനെ സംബന്ധിച്ച് പറയുന്നത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സിദ്ദീഖ് എവിടെയാ സ്ഥലം? എറണാകുളം കളമശ്ശേരി. കളമശ്ശേരി. ആരായിരുന്നു പ്രധാന ഉസ്താദ്? ഖാലിദ് ബാഖവി. അൽഹംദുലില്ലാ, നല്ല ഉസ്താദ്. ഓത്ത് മോശമായിട്ടില്ല, നല്ല ഓത്താണ്. ഏറ്റവും സുന്ദരമായി പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരു സൂറത്തിൽ നിന്നാണ് സിദ്ദീഖ് ആലപിച്ചത്. അൽഹംദുലില്ലാ, നന്നായിട്ടുണ്ട്. അതിൽ ഖുർആൻ്റെ സൗന്ദര്യം, പാരായണ സൗന്ദര്യം, അത് കേൾക്കാനുള്ള സൗന്ദര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുർആൻ ഇറങ്ങിയ കാലത്ത് തന്നെ നമുക്കറിയാം, റസൂലിൻ്റെ വിരോധികൾ പോലും ഖുർആൻ രഹസ്യമായി ഓതുന്നത് കേൾക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആൻ്റെ ശത്രുക്കൾ, നബിയുടെ ശത്രുക്കൾ പോലും ഒളിഞ്ഞിരുന്ന് കേൾക്കുക, അതവരുടെ ഒരു കൗതുകമായിരുന്നു. നമുക്കറിയാം ഖുർആൻ്റെ പാരായണ സൗന്ദര്യം തന്നെയാണല്ലോ അതറിയാൻ സാധിക്കുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. മുഹമ്മദിന് തലയെടുക്കാൻ വേണ്ടി ഇറങ്ങിയ ഉമർ അവസാനം ഖുർആൻ്റെ ആ മാസ്മരിക അതിൽ ലയിച്ച് അതിൽ ചിന്തിച്ച് അവസാനം നബിക്ക് തൻ്റെ തല കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് പോരുന്നത്.
നമുക്ക് എത്ര മനസ്സിലാക്കിയാലും പോരാ എന്ന് തോന്നാവുന്ന അത്രയും ഗഹനമായ ആശയങ്ങളും അതിൻ്റെ സൗന്ദര്യവും ഉള്ളതാണ് ഖുർആൻ. അൽഹംദുലില്ലാ, സിദ്ദീഖിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു 10-ൽ 6 മാർക്ക് സിദ്ദീഖിന് കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇൻഷാല്ലാ സിദ്ദീഖുൽ അക്ബർ നന്നായിട്ട് പരിശ്രമിക്കുക. പിന്നെ ഈ പരിശ്രമം ഓരോ സെക്കൻഡും പ്രതിഫലാർഹമാണ്. വിശേഷിച്ച് റമളാനിൻ്റെ രാപ്പകലുകൾ നമ്മൾ ഖുർആൻ പഠിക്കാനും അത് ഓതാനും അത് മനസ്സിലാക്കാനും ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡും അല്ലേ, എല്ലാം കൂരിയുള്ള കാര്യമാണല്ലോ. അൽഹംദുലില്ലാ. അപ്പോൾ പുണ്യങ്ങളെ കൊണ്ട് ധന്യമാക്കുക അല്ലേ. നമ്മുടെ ഈ ഖുർആൻ ടാലൻറ്റ് ഷോയിലേക്ക് വന്നതിന്, നമ്മളുമായി നിങ്ങളുടെ ഈ ഖിറാഅത്ത് പങ്കുവച്ചതിന് വളരെ നന്ദി, വളരെ നന്ദി. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരെയാണ്. ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹമ്മദ് ഷക്കീൽ മുഹമ്മദ്, ഷക്കീർ മുഹമ്മദ്, മാഷാ അല്ലാ, ചാവക്കാട്. ചാവക്കാട്. ഖുർആൻ ഹിഫ്ള് ചെയ്തിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് ഹാഫിദാണ്. മാഷാ അല്ലാ. ദുബൈയിൽ നിന്ന് ഹിഫ്ദ് ചെയ്യുന്നത്. ദുബൈയിൽ നിന്നാണ് ഹിഫ്ള് ചെയ്തത്. മാഷാ അല്ലാ. അപ്പോൾ ഉസ്താദുമാരൊക്കെ കേരളീയരല്ലാത്തവരായിരിക്കും അല്ലേ? ഹിഫ്ദ് കഴിഞ്ഞത് മദ്രാസയാണ് ഉസ്താദ്. ഓക്കെ. പിന്നെ ഈജിപ്ഷ്യൻ, അഫ്ഗാനിസ്ഥാൻ, മൊറിറ്റാനിയ, സിറിയ, അങ്ങനെ പല രാജ്യക്കാരാണ്. മാഷാ അല്ലാ. ഒരുപാട് അറബ് മാതൃഭാഷ സംസാരിക്കുന്ന ഉസ്താദുമാരൊക്കെ ആകുമ്പോൾ അക്ഷരങ്ങളുടെ ക്ലാരിറ്റിയും ഭംഗി അല്ലേ കുറേ കൂടെ ഓക്കെയാണ് അക്ഷരങ്ങൾ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇപ്പം എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണല്ലേ? ഇപ്പോൾ കാർത്തല വളാഞ്ചേരി മർക്കസിൽ പഠിച്ചിട്ടുണ്ട്. വളാഞ്ചേരി മർക്കസിൽ വാഫി കോഴ്സിന് പഠിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി ഉണ്ട്. ഡിഗ്രി 3rd ഇയർ ആണ്. ഡിഗ്രി 3rd ഇയർ ആണ്. മാഷാ അല്ലാ. ഹിഫ്ളും കൂടുതലുള്ള ഈ ഡിഗ്രി പഠനങ്ങളൊക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? അത് ഒഴിവുള്ള സമയങ്ങൾ നോക്കിയിട്ട് ഓതിയെടുക്കാൻ ശ്രമിക്കും. ഖുർആന്റെ റിവിഷൻ മുറാജ എന്നും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് അൽഹംദുലില്ലാഹ്. എത്ര സമയം? സുബൈക്ക് ശേഷമാണ്. മാഷാ അല്ലാ. പിന്നെ വൈകുന്നേരം ശേഷം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അസർക്ക് ശേഷം കുറച്ച് സമയം ഇരിക്കും. മാഷാ അല്ലാ. നമ്മുടെ പ്രേക്ഷകർ വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമുക്ക് എത്രയോ മതവിദ്യാഭ്യാസം അല്ലെങ്കിൽ ഖുർആനിക പഠനം നമ്മുടെ മക്കളുടെ ഭൗതിക പഠനങ്ങൾക്ക് തടസ്സമാകുമോ എന്നൊക്കെ വിചാരിച്ച് പിന്മാറുന്ന ആളുകളുണ്ടാകും. സത്യത്തിൽ ഷക്കീൽ മുഹമ്മദിനെ പോലെ ഉള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ കണ്ടസ്റ്റൻസ്, ഇവരൊക്കെ നൽകുന്ന വളരെ വലിയൊരു മെസ്സേജ് അത് ഒരു നിലക്കും തടസ്സമില്ല. തടസ്സം എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അല്ലേ, പഠനത്തിനൊക്കെ ഒന്നുകൂടെ ഉത്സാഹവും ഒന്നുകൂടെ താല്പര്യവും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയൊക്കെ വർദ്ധിക്കുന്നു എന്നൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ പഠനം അനുഭവപ്പെട്ടിട്ടുണ്ടോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ, നമ്മുടെ ഈ സീസൺ 2-ൻ്റെ ഇന്നത്തെ റൗണ്ടിൽ നമുക്ക് ഏത് ഭാഗമാണ് ഓതുന്നത്? സൂറത്തു ദുഖാനിലെ അവസാന ഭാഗം. ആയത്തിൻ്റെ നമ്പർ പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ സൂറത്തു ദുഖാൻ 38-ാമത്തെ ആയത്ത് മുതൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഫോളോ ചെയ്യാം. ഷക്കീൽ മുഹമ്മദിൻ്റെ കൂടെ ആ ഖിറാഅത്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ മഹാന്മാരായ ജഡ്ജി ഉസ്താദുമാരുണ്ട്, ബഹുമാനപ്പെട്ട PK മാനു സാഹിബുണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് വഴിയെ കേൾക്കാം. നമുക്ക് ഖിറാഅത്തിലേക്ക് പോകാം അല്ലേ? ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقنا السماوات والأرض وما بينهما لاعبين. ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون. إن يوم الفصل ميقاتهم أجمعين. يوم لا يغني مولى عن مولى شيئا ولا هم ينصرون.
إلا من رحم الله إنه هو العزيز الرحيم إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولا عن مولا شيئا ولا هم ينصرون إلا من رحم الله إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم صدق الله العظيم قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. صدق وبلغنا رسوله النبي الكريم. ما شاء الله ما شاء الله. قراءة رائعة ما شاء الله. അല്ലേ, കാതുകൾക്കും മനസ്സിനും റൂഹിനുമൊക്കെ ഉന്മേഷം തരികയാണ് വിശുദ്ധ ഖുർആൻ അല്ലേ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി. മാഷാ അല്ലാഹ്. ഖുർആൻ ഓതുക, ഖുർആൻ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആളുകൾക്ക്, ഓതുന്ന ആളുകൾക്ക്, അത് ജീവിക്കുന്നവർക്ക്, അത് പഠിക്കുന്നവർക്കെല്ലാം ഷഫാഅത്ത് ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇൻ്റർസെക്ഷൻ വിശുദ്ധ ഖുർആൻ പോലും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഓതിയ ഭാഗത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് ഒന്ന്, ഇന്നത്തെ ഈ കാലഘട്ടത്ത് ആൾക്കാർ ദുന്യാവുമായിട്ട് നടക്കേണ്ട, പക്ഷേ എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ദുന്യാവിനെ പഠിച്ചെന്നുള്ളൊരു വിവരം ആർക്കില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മളിത് വെറുതെ പഠിച്ചതൊന്നല്ല. പിന്നെ ഒരു തഹ്ദീർ, ഒരു വാണിംഗ്. ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈഅൻ വലാ ഹും യുൻസറൂൻ. ഒരു ദിവസം വരും, അങ്ങനെ ഒരു ദിവസമുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി വരുന്ന ദിവസമല്ലേ. പിന്നെ അതിന് ശേഷം നരകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലാ മൻ റഹിമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്ത് ചെയ്യാത്തവർ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെക്കാട്ടും കൂടുതൽ അറിയാം. നിബിത്തങ്ങൾ സഹാബാക്കളൊക്കെ പറഞ്ഞു, നമ്മളാരും സ്വർഗത്തിൽ കടക്കില്ല. ഇല്ല അൻ യഗമ്മദിനി അല്ലാഹു ബിറഹ്മത്തി. സഹാബാക്കൾ ചോദിച്ചു, ഇല്ല ബിറഹ്മത്തില്ല. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഹത്താ അൻത യാ റസൂലല്ലാഹ്. അപ്പോൾ ഇല്ല 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 അൻ യഗമ്മദിനി അല്ലാഹ്, റഹ്മത്ത് കൊണ്ട് തന്നെ മൂടപ്പെട്ടിട്ടില്ലെങ്കിൽ, അപ്പം അത്രക്കും റഹ്മത്ത് ആയില്ലെങ്കിൽ രക്ഷപ്പെടില്ല.
അതിനുശേഷം ഇന്നഹു ഹുവൽ അസീസുർ റഹീം, അള്ളാഹു കാരുണ്യവാനാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നരകത്തിനെ പറഞ്ഞു, നരകമുണ്ട്, അതുണ്ട്, പിന്നെ എങ്ങനെ കാരുണ്യവാനാവാന്നൊക്കെ ചിന്തിക്കും. വേറെ വലിയ വിഷയമാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ നരകം, പിന്നെ സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു നമുക്കതൊക്കെ അനുസരിച്ച് നടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ, അള്ളാഹു ആകാശലോകങ്ങളെ ആകാശലോകങ്ങൾ എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്നത് പ്രപഞ്ചം ഒന്നാകെ എന്ന ഒരു വലിയ ആശയത്തിലാണ്. അല്ലേ, ദ എൻറ്റയർ യൂണിവേഴ്സ്. അപ്പോഴാണ് സമാവാത്തു വൽ അർള്, അത് അള്ളാഹു വെറുതെ പടച്ചതല്ല. ഈ ലോകവും ഇവിടുത്തെ സംവിധാനങ്ങളും, അല്ലേ, നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന ചെറിയ ചെറിയ നക്ഷത്രങ്ങളൊക്കെ എത്ര വലുപ്പമുള്ളതാണെന്നും, എന്താണ് ഈ ഗോളങ്ങളെല്ലാം ഒരു റൊട്ടേഷനിലാണ്. അല്ലേ, എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഭൂമി കറങ്ങുകയാണ്. എല്ലാ കറക്കത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതിൻ്റെ ആംഗിൾ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസോ? ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ കഅബൻ തവാഫ് ചെയ്യുന്നത് എങ്ങനെയാണോ, കഅബൻ നമ്മുടെ ഇടത് സൈഡിലാണ്. അല്ലേ, ആ രീതിയിൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും ഒരേ രീതിയിൽ ദിശയിലാണ്. ലെഫ്റ്റിന്ന് വലത്തോട്ട്, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് എന്നൊരു രീതിയിലാണ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് ഇങ്ങനെയാണല്ലോ, ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നത് അങ്ങനെയാണ്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് അങ്ങനെയാണ്, നക്ഷത്രങ്ങൾ കറങ്ങുന്ന, ഗാലക്സികൾ തമ്മിലുള്ള കറക്കങ്ങൾ, ഈ സമാവാത്ത്, ഇതൊന്നും അള്ളാഹു വെറുതെ പഠിച്ചു. ഇങ്ങനൊരു ടോട്ടൽ റാൻഡംനെസ് ഔട്ട് ഓഫ് നത്തിങ് ഇത് മനുഷ്യൻ പറയരുത്. ഇതൊക്കെ അസീസും ഹക്കീമുമായ തന്ത്രജ്ഞാനിയും ഇസ്സത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. ഇത് മനുഷ്യൻ കാണുന്നില്ലേ? ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത്. അല്ലേ, അത് ഉൾക്കൊള്ളണം. പിന്നെ ഇതൊക്കെ പടച്ച രക്ഷിതാവ് നമുക്ക് രക്ഷയും ശിക്ഷയും നൽകുകയാണ്. ഇവിടെ നന്മ ചെയ്യുന്നവർക്ക് നന്മ വേണം. അല്ലേ, തീർച്ചയായിട്ടും. ഇവിടെ എല്ലാ തിന്മകളും ചെയ്തു, അല്ലേ, 100 ആളെ കൊന്ന ആൾക്കും ഒരു വധശിക്ഷ നടപ്പാക്കിയെങ്കിലായി ഒന്ന്. അത് ഒരാളുടെ ജീവനെ പകരമായിട്ടുള്ളൂ. അല്ലേ, ബാക്കി 99 ആളുകളുടെ ജീവനെടുത്ത ആൾക്ക് ശിക്ഷ അവിടെ ഉണ്ടോ? ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ കോടതിയിലാണ്. അങ്ങനെ ഒരു ആഖിറമില്ലെങ്കിൽ നീതി പൂർത്തിയാവുമോ? തീർച്ചയായിട്ടും സുബ്ഹാനല്ലാഹ്, നീതിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു വലിയ മെസ്സേജ്, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം അനുഗ്രഹീതമായി റമദാനിൻ്റെ രാപ്പകലുകളിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരലോക ചിന്തയെ, അതും ഖുർആനിൻ്റെ ഈ ആശയം നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ഷക്കീൽ മുഹമ്മദ് അത് ഓതി, അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഓതി. നമ്മുടെ ജഡ്ജിമാർ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ട്, ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട PK മാനു സാഹിബുണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്. നമ്മുടെ വിദ്യാർത്ഥി ഷക്കീൽ മുഹമ്മദ് ഷക്കീൽ എന്ന വിദ്യാർത്ഥിയുടെ ഖിറാത്ത് ഗൾഫിയ ഖിറാത്താണ്. ആ ഖിറാത്ത് ഗൾഫിന് മുകളിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ആ ഖിറാത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഖുർആൻ്റെ അഹ്ലിൽപ്പെടുവാനും ഭാവിയിൽ ഒരു വലിയ ഖാരിയായി ഉയർന്നു വരുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ, ആമീൻ. പിന്നെ ഈ ഇഖ്ഫായ് ചെയ്യുന്ന അവസരത്തിൽ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് അല്പം നീണ്ടുപോകുന്ന സംശയമുണ്ട്. മീൻസ് തൂസീൻ കുന്തും എന്നൊക്കെയുള്ള ആ രീതി ശരിയല്ല. കുന്തും എന്നുള്ള തന്നെ ആ ഹർക്കത്ത് നീളുക അത് ശരിയല്ല. ഉന്നത്ത് ദീർഘിക്കുന്നതിന് പകരം ഹർക്കത്ത് നീണ്ടു പോവുക, അത് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് അറക്കുറെ മെച്ചമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ അടുത്ത റൗണ്ടിൽ ഇൻഷാ അല്ലാഹ് ഒരു വലിയ ഭാവി ഇൻഷാ അല്ലാഹ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ആമീൻ യാ റബ്ബൽ ആലമീൻ. 50 മാർക്കിൽ 35 ഞാൻ ഉദ്ദേശിക്കുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി കോട്ടക്കൽ ഉസ്താദ് അവർകൾ. അൽഹംദുലില്ലാ, അർത്ഥം അറിയുന്നവർക്കത് ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഖിറാത്തായിരുന്നു. വളരെ കേൾക്കാനും ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഖിറാത്തായിരുന്നു. ചെറിയ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയും വളരെ മെച്ചത്തിലേക്ക് എത്തും. അതുപോലെ പിന്നെ ഉസ്താദ് പറഞ്ഞ ഇഖ്ഫായിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു ഇനിയും ഉയർത്തട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മാർക്ക് 50ൽ 34 മാർക്ക് നൽകുന്നുണ്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ബഹുമാനപ്പെട്ട മാനു സാഹിബാണ്. മാനു സാഹിബിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ കേൾക്കാം. ഷക്കീൽ മുഹമ്മദിൻ്റെ പാരായണം നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. കേൾക്കാനും ആശയഗംഭീരം എന്ന് പറയാവുന്ന ഭാഗം തന്നെ എടുത്ത് ഓതി നന്നായി. അൽഹംദുലില്ലാഹ്, നല്ല ഭാവിയുള്ള ഒരു കുട്ടിയാണ്. അല്ലാഹു ഈ പ്രപഞ്ചം കാത്ത് കൊതിച്ച് ദാഹിച്ച് നിന്നിരുന്ന ദിവ്യവിഭവം എന്ന് പറയാവുന്നതാണ് വിശുദ്ധ ഖുർആൻ.
പരമാവധി ഈ റമദാനിൽ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മാസം കൂടിയാണ്. തീർച്ചയായും അതിനൊക്കെ വലിയൊരു പ്രചോദനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഷിക്കിറിൻ്റെ പാരായണവും ഈ പരിപാടിയും. അള്ളാഹു തആല ഖൈറ് തരട്ടെ, ബറക്കത്ത് തരട്ടെ. അള്ളാഹു അതിൻ്റെ സവാബ് നിങ്ങൾക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 10ൽ 7 മാർക്ക്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ കാണണം. എല്ലാവിധ പ്രാർത്ഥനകളും നേരെയാണ് ഈ പരിപാടിക്ക് വന്നതിന്, ഞങ്ങളുമായി സമയം ചെലവഴിച്ചതിന് ഒക്കെ നന്ദി. ജസാക്കല്ലാഹു ഖൈറ. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് സാലിഹ് അല്ലേ? പട്ടാമ്പിയിൽ നിന്ന് വരെയാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടി എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെ ഒരു ഖുർആൻ ചാലഞ്ച് ഷോ ദർശന TV നടക്കുന്ന ചാനലിലൂടെ അറിഞ്ഞു, പിന്നെ പത്രത്തിലൂടെ കണ്ടപ്പോൾ അങ്ങനെ അറിഞ്ഞാണല്ലേ? മാഷാ അല്ലാഹ്. മുഹമ്മദ് സാലിഹ് ഖിറാഅത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. അതിൻ്റെ കൂടെ സ്കൂൾ കോളേജ് പഠനങ്ങളും ദർസ് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. സ്കൂളിൽ പോകുന്നുണ്ട്. എത്രയിലാണ്? +1 മാഷാ അല്ലാഹ്. അപ്പോൾ ദർസ് പഠനവും സ്കൂളും അതിൻ്റെ കൂട്ടത്തിൽ ഖുർആൻ പാരായണവും ഒക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലേ? നമുക്ക് ഈ റമദാനിൻ്റെ ഈ പരിശുദ്ധമായ രാപ്പകലുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഖുർആനികമായ ചർച്ചയും നിങ്ങളുടെ ഖിറാഅത്ത് നമുക്ക് കേൾക്കാനും ഒക്കെയുള്ളൊരു വലിയൊരു അവസരമാണ് നമ്മുടെ ഈ ഖുർആൻ ടാലൻറ്റ് ഷോ സീസൺ 2 അല്ലേ? അൽഹംദുലില്ലാ. പ്രധാന ഉസ്താദ് ആരാണ്? ഹിഫ്ളിൻ്റെ ഖാരി അബ്ദുർ റസാഖ് മുസ്ലിയാർ, അരീക്കോട്. മാഷാ അല്ലാഹ്. നിങ്ങളുടെ ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പയും പള്ളിയിലെ ഖത്തീബ് മുദരിസായി ജോലി ചെയ്യുന്നു. മാഷാ അല്ലാഹ്. പേര്? അഹമ്മദ് കബീർ അൻവരി. അഹമ്മദ് കബീർ അൻവരി ഉസ്താദ് അല്ലേ? മേലെ പട്ടാമ്പേര് മുദരിസും ഖത്തീബൊക്കെ ആയിട്ട്. മാഷാ അല്ലാഹ്. ഏത് ഭാഗമാണ് മോന് ഓതാൻ പോകുന്നത്? സൂറത്ത് ഖാഫ്. സൂറത്ത് ഖാഫ്. നമ്മുടെ പ്രേക്ഷകർക്ക് സൂറത്ത് ഖാഫ് മറിച്ച് വെക്കുക. മുഹമ്മദ് സ്വാലിഹ് ഓതുന്ന ഭാഗം നമ്മുടെ ഉസ്താദുമാർ തിരുത്തി കൊടുക്കുന്നതും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാം. മുഹമ്മദ് സ്വാലിഹിൻ്റെ ഖിറാഅത്ത് ഫോളോ ചെയ്യുകയും ചെയ്യുക. നമുക്ക് ഖിറാഅത്തിലേക്ക് കടക്കാം അല്ലേ? ബിസ്മില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد. بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. أإذا متنا وكنا ترابا ذلك رجع بعيد. قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ.
بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد صدق الله العظيم. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. വളരെ മനോഹരമായിട്ടുള്ള ഖിറാഅത്താണ്. അൽഹംദുലില്ലാഹ്. ഖുർആൻ കേട്ടാൽ മതിവരില്ല അല്ലേ? തുഫൈലുദ് ദൗസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് തന്നെ ഖുർആൻ കേട്ടുകൊണ്ടാണെന്നാണ്. അദ്ദേഹം മക്കയിലേക്ക് വന്ന സമയത്ത് മക്കക്കാരന്ന് ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുതിയ മതമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ആശയമാണ്, അല്ല ബിംബാരാധനയെ എതിർത്തുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അത് ശരിയല്ല, ഏകദൈവത്തെ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണല്ലോ ആശയം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ തങ്ങൾ ഖുർആൻ ഓതും. അപ്പോൾ ഈ വരുന്ന മക്കയിലേക്ക് വരുന്ന ആളുകൾ എങ്ങാനും ഖുർആൻ കേട്ടുപോയാൽ അതിലേക്ക് ആകർഷകരായി പോകും. എന്നാൽ അവർ അറബി അറിയുന്നവരാണ്, അവർക്കതിൻ്റെ ആശയം പെട്ടെന്ന് കിട്ടും അല്ലേ? അത് കേൾക്കാതിരിക്കാൻ ചെവിയിലൊക്കെ പഞ്ഞി വെച്ച് പരുത്തി വെച്ച് ചെവി അടച്ചു പിടിച്ചിട്ടാണ് കഅബം അവർ തവാഫ് ചെയ്തിരുന്നത് അല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് മെല്ലെ കേട്ടപ്പോഴാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു ചെവിയിൽ നിന്നൊക്കെ ഇത് എടുത്തു മാറ്റി ശരിക്കൊന്ന് കേട്ടത്. അങ്ങനെ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഇസ്ലാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാഷാ അല്ലാഹ്. സൂറത്ത് ഖാഫ് എന്നാണ് തുടങ്ങുന്നത്, അതൊരു അക്ഷരമാണ് അല്ലേ? അതിന് ഒരു പേരുണ്ട്, എന്താണ് അറിയപ്പെടുക എന്നറിയാം? ഹുറൂഫുൽ മുഖത്താത്ത് അല്ലേ? ഡിസ്ജോയിൻറ്റ് ലെറ്റേഴ്സ് എന്ന് പറയും അല്ലേ? സുബ്ഹാനല്ലാഹ്. ഖാഫ് അറബ് ഭാഷയിൽ അക്ഷരമാണ്. അതിനെന്താണ് അർത്ഥം? അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഖുർആനിൻ്റെ ഒരുപിടി സൂറത്തുകൾ ആരംഭിക്കുന്നത് ഈ അക്ഷരങ്ങളെ കൊണ്ടാണ് അല്ലേ? സൂറത്തുൽ ബഖറ പോലും അലിഫ് ലാം മീം, അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. എന്തായിരിക്കും അള്ളാഹു അങ്ങനെ ഒരു ഖുർആനിൻ്റെ തുടക്കം,
നമുക്ക് മനസ്സിലാവാത്തത്, അതിന് ആശയങ്ങളുണ്ടാകാം അല്ലേ. ഖുർആനിൻ്റെ ആന്തരികമായ സിറുകളൊക്കെ പറയുന്ന ഉലമ ഒക്കെ ആ അക്ഷരത്തിന് ഒരു പൂർണ്ണ രൂപമുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ പോലും അതിൻ്റെ ഏറ്റവും ആധികാരികമായി പറയുന്ന അർത്ഥം അള്ളാഹുവിനെ അറിയുള്ളൂ, എന്താണ് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമുക്കറിയില്ല എന്നിടത്ത് നിന്നാണ് നമ്മുടെ അറിവ് ആരംഭിക്കുന്നത്. എനിക്കെല്ലാം അറിയും, ഇനി ഞാനൊന്നും പഠിക്കേണ്ടതില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ പഠിക്കുക, നമുക്കൊന്നും അറിയില്ല അല്ലേ. എനിക്കറിയില്ല, അള്ളാഹുവിനറിയും. അങ്ങനെ ഒരു വലിയ ആശയം തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു തരിക, നമുക്കൊന്നും അറിയില്ലെന്ന് തന്നെ നമ്മൾ അറിയണം അല്ലേ. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. അങ്ങനെ വിശുദ്ധ ഖാഫ് അൽ ഖുർആനിൽ മജീദ് ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ഉടനെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആയത്തിൽ ഖുർആനെ സംബന്ധിച്ചൊരു പരാമർശം വരും. എല്ലാ സൂറും നോക്കിയാൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഈ ഖുർആനിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതല്ല അല്ലേ. അവർക്ക് എഴുതാൻ അറിയില്ലായിരുന്നു, അവർക്ക് എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായിരുന്നു, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു അല്ലേ. അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ സാഹിത്യം കൊണ്ട് നിറഞ്ഞ ഭാഷാഭംഗി കൊണ്ട് മനോഹരമായൊരു ഗ്രന്ഥം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അല്ലേ. ഇന്നും അത് ചലഞ്ചാണ്. ഖുർആൻ സത്യമാണോ അല്ലേ എന്നറിയാൻ വളരെ സിമ്പിളാണ്. അറബികളും അല്ലാത്തവരുമായി, അറബ് സംസാരിക്കുന്നവരും അറിയുന്നവരൊക്കെ ഖുർആനിൻ്റെ ഒരു സൂറത്ത് ഇന്നുണ്ടാക്കിയിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. ഖുർആൻ പറഞ്ഞ ആശയവും ഈ ആശയവും എങ്ങനെ കിടക്കുന്നു, ഇതിൻ്റെ ഒരു താരതമ്യം ചെയ്യുക. ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യം, ഇന്നും സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ തിലാവത്തിൻ്റെ അഹ്കാമു തിലാവ അല്ലേ, നമ്മുടെ ഒത്തിൽ വന്ന എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നൊക്കെ നമ്മുടെ ജഡ്ജ് ഉസ്താദുമാർ നമുക്ക് ഇവിടെ ഉണ്ട്. മഹാന്മാരായ 2 പണ്ഡിതന്മാർ, ഒന്ന് ബഹുമാനപ്പെട്ട ഖാരി ഉസ്താദ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മുണ്ടേരി, പിന്നെ നമ്മുടെ ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ്, പിന്നെ നമ്മുടെ PK മാനു സാഹിബ് ഇവിടെ ഉണ്ട് നമ്മുടെ ഗസ്റ്റായിട്ട്. അവരൊക്കെ അഭിപ്രായം പറയും. നമുക്ക് ഉസ്താദ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവരോട് ചോദിക്കാം. എൻ്റെ സുഹൃത്ത് മുഹമ്മദ് സാഹിബ് വിദ്യാർത്ഥി ഓതിയ ഖിറാഅത്ത് വളരെ നന്നായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും അത് ഉത്ബോധനം നടത്താനും തൗഫീഖ് ചെയ്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അല്പം ചില അശ്രദ്ധ കൂടി നീക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഖിറാഅത്ത് വളരെ നന്നായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത റൗണ്ടിൽ ഉദാഹരണം ഇപ്പോൾ താൻ്റെ ഈ ഷിദ്ദത്ത് കുറച്ച് കുറഞ്ഞ സംശയമുണ്ട്. ഷിദ്ദത്തുണ്ടല്ലോ താൻ്റെ, അത് വെറും ഹംസിലേക്ക് മാത്രം നീങ്ങിയാണ്. അത് നീക്കിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏറെക്കുറെ നന്നായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സ്വാധീനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 50 മാർക്കിൽ 35 ഞാൻ കൊടുക്കുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദ് കോട്ടക്കൽ. അൽഹംദുലില്ലാഹ്, നല്ല ഖിറാഅത്തായിരുന്നു. ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്നുകൂടെ അല്പം നിയമം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ താഇൻ്റെ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ശിദ്ദത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു സീനിലേക്ക് ചെറിയൊരു ചായ്വ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലാവാതെ ഒരു അല്പം അങ്ങ് കുറക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്വാദിൻ്റെ സിഫത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. 50-ൽ 35 ഞാൻ നൽകുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട PK മാനു സാഹിബ് അവരുണ്ട്, പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്. ഉസ്താദിൻ്റെ അവരുടെ അൽഹംദുലില്ലാഹ്, മുഹമ്മദ് സാലിഹിൻ്റെ പാരായണം നന്നായിട്ടുണ്ട്. ഇനി ഒരു ഭാവി പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ ഉസ്താദുമാർ ചൂണ്ടിക്കാണിച്ച സാങ്കേതികമായ വശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. നിയമങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമേ ആ സംഗതി പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. സ്വാഭാവികമായും നല്ലൊരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള മുഹമ്മദ് സാലിഹ് തീർച്ചയായും ഖുർആൻ പാരായണത്തിൽ മികവുറ്റ ഒരാളായി തന്നെ മാറണം. അതിന് ധാരാളം പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. നന്നായി അധ്വാനിക്കുക, ഇഖ്ലാസോടുകൂടി അധ്വാനിച്ചാൽ നല്ല ഭാവി ഉണ്ടാകും, സംശയമില്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 10-ൽ 6 മാർക്ക് സാധനം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഖുർആൻ ടാലൻറ്റ് ഷോ ഇനിയും പുതിയ എപ്പിസോഡുകൾ വരും. മുഹമ്മദ് സാലിഹിനെയും മത്സരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രതിഫലാർഹമായൊരു മത്സരം, അതാണ് നമ്മുടെ മത്സരത്തിൻ്റെ പ്രത്യേകത അല്ലേ.
ഖുർആനാണ്. അത് ഓതാനും അത് പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും തജ്വീദ് പഠിച്ചാലും കൂലിയാണ് അല്ലേ? ഓരോ അക്ഷരത്തിന് എത്ര കൂലിയാണ്? 10 അല്ലേ? അല്ല, ബിക്കുല്ലി ഹർഫിൻ 10 ഹസനാത്ത്. അങ്ങനെ വലിയൊരു പ്രതിഫലം കിട്ടാനുള്ള അവസരം കൂടിയാണ്. നമ്മുടെ പരിപാടിയിലേക്ക്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നതിന് വളരെ നന്ദി. ഉസ്താദുമാരുടെ പ്രാർത്ഥനയും അവരൊക്കെ ആശീർവാദങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മുന്നേറെ ഒന്നുകൂടെ അതിൻ്റെ എല്ലാ പ്രാർത്ഥനയും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ജസാക്കല്ലാഹു ഖൈറ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് 3 കണ്ടസ്റ്റൻസ്, സിദ്ദീഖുൽ അക്ബർ കളമശ്ശേരിയിൽ നിന്ന്, ഷക്കീൽ മുഹമ്മദ് ചാവക്കാട് നിന്ന്, മുഹമ്മദ് സാലിഹ് പട്ടാമ്പിയിൽ നിന്ന്, 3 പേരും നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ നിന്ന് വിദേശികളോ അറബ് പണ്ഡിതന്മാരോ ഒക്കെ ഓതുന്ന ആ ശൈലിയിൽ വളരെ മനോഹരമായി കർണാനന്ദകരമായി, അതും ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ തികച്ചും ധന്യമാക്കിക്കൊണ്ട് മനോഹരമായ ഒരു പെർഫോമൻസാണ് അവരൊക്കെ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉണ്ടാകണം. ഈ പരിപാടി